റിസ്ക് ഇപ്പോൾ ശരിക്കും ഭയങ്കര കൂടുതലല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും റവന്യൂ ഭയങ്കരമായിട്ട് കൂടി. ഇടക്കാലത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. അത് അതിൻ്റെ സാറ്റലൈറ്റ് റീസൺ ഞാൻ ഫീൽ ചെയ്തത്, പണ്ട് നമുക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു ഇന്ന് സെൻറ്റർ അങ്ങനെയില്ല. ഇന്ന് ഇല്ല. അങ്ങനെയില്ല. അപ്പോൾ എ എന്ന് പറയുമ്പോൾ എയിലൊരു സിനിമ വന്ന് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ വന്ന് അത് നല്ലതാണ്, ചീത്തയാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞു വരുന്നൊരു മൗത്ത് ടോക്ക് ഉണ്ടായിരുന്നു. ആ മൗത്ത് ടോക്ക് പിന്നീട് നല്ലതാണെങ്കിൽ ബി എൻ സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. ബി എൻ സിയിൽ സിനിമ പല സിനിമകളും എയിൽ പരാജയപ്പെടുന്നു, ബിയിലും ഓടി കളക്ട് ചെയ്തു. എൻ്റെ ചേക്കേറാനൊരു ചില്ല എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, എൻ്റെ ബ്രദർ ഞാനും കസിനൊക്കെ കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത ആ സിനിമ എ സെൻറ്ററിൽ ഫെയിലിയർ ആയിരുന്നു. പക്ഷെ ബി എൻ സിയിൽ ബമ്പർ കളക്ഷനായിരുന്നു. അപ്പം നിങ്ങൾക്ക് ശരിക്കും നഷ്ടമല്ല ആ ഒരു സിനിമ? ഞങ്ങൾക്ക് നഷ്ടമല്ല. അത് എല്ലാ ബി എൻ സിയിൽ 25, 50, 60 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട് സിനിമ. പക്ഷെ എ സെൻറ്ററിൽ അത് മേ ബി അതിൻ്റെ ടൈറ്റിലായിരിക്കാം, അതെന്തോ ഒരു ആർട്ട് ഫിലിമാണെന്ന് വിചാരിച്ച് കാണാം, അതെന്തോ അത്ര സക്സസ് ആയില്ല അവിടെ. അപ്പോൾ ഇന്നത് നടക്കുന്നില്ല. ഇന്ന് എന്താ വെച്ചാൽ വൈഡ് റിലീസാണ്. മോശമായാൽ അപ്പോൾ തിയേറ്റർ ഒന്ന് എടുത്ത് മാറ്റപ്പെടുന്നത്. സാറ്റലൈറ്റ് പോലും എടുക്കുന്നില്ലേ? ഒ ടി ടി പോകുന്നില്ല. ഇപ്പോൾ ഷെയറിങ് എന്ന് പറയുന്നതിലേക്കൊക്കെ വന്നു കഴിഞ്ഞു ഒ ടി ടി. പിന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സെൻട്രൽ റിലീസാകുമ്പോൾ ഒരു മൗത്ത് ടോക്കിന് വഴി. പക്ഷേ ഒരു ചെറിയ ഗുണങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഓൺലൈൻ മീഡിയ വളരെ വലുതായി. അപ്പോൾ അവരുടെ ത്രൂ തന്നെ, ബിക്കോസ് ഇപ്പം ഞാൻ യു കെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മുടെ ഒരു സിനിമ ഇറങ്ങി, വലിയ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നുമുള്ള സിനിമയല്ല, യങ്സ്റ്റേഴ്സ് അഭിനയിച്ച ആ സിനിമ അവിടെ ഇറങ്ങി യു കെയിൽ ഒരേ സമയത്ത്. പക്ഷെ അത് ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് ഓൺലൈൻ അതിൻ്റെ ഒരു ചർച്ച വന്നു. ആൾക്കാരത് ഒരുപാട് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് ഈ നമ്മൾ പറയുന്ന മാതിരി യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആണല്ലോ കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ എന്താ പറയുന്ന ആ ഒരു അഭിപ്രായം പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാവും. പക്ഷെ തിയേറ്ററുകാർ അതിന് വെയിറ്റ് ചെയ്യണം. ആ സിനിമ നല്ലതാണെന്നറിഞ്ഞ് പുഷ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു സമയം തന്നാൽ അത് രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ന് സിനിമകളുടെ എണ്ണം കൂടുതൽ. ഒരു ആഴ്ച, ഒരു വെള്ളിയാഴ്ച 7 സിനിമ 8 സിനിമ ഇറങ്ങും. അടുത്ത ആഴ്ച വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ആഴ്ച ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൂ, ഒരു വലിയ സ്പേസ് ഉള്ളൂ. പക്ഷെ എന്നാൽ സിനിമ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതിനെന്തെങ്കിലും ഒരു കൺട്രോൾ വരുത്താൻ അതൊന്നും നടക്കില്ല. ബിക്കോസ് ഇതൊരു ബിസിനസ്സാണ്, മനസ്സിലായി. അപ്പോൾ അത് ഞാൻ എടുത്ത് പോകുമ്പോൾ ഞാൻ ഫെയിലിയർ ആവുമോ ഒരു സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഫെയിലിയർ ആവും, ചിലപ്പോൾ സക്സസ് ആവാം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്, അവരെടുക്കുന്നുണ്ട് പടങ്ങൾ, ചിലത് ഓടുന്നുണ്ട്. എത്ര പടങ്ങൾ ഓടുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ സാറേ ഡയറക്ഷൻ എന്നുള്ള ഒരു പണം ഇപ്പോൾ ഡയറക്ഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്ക് അഭിനയം അല്ല, അതുകൊണ്ടല്ല. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഒരു 3-4 പടം ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. മണൽ നഗരം തിരക്കടില്ലാതെ റിവ്യൂസൊക്കെ വന്ന് തമിഴ്നാട്ടിൽ തിരക്കടില്ലാതെ ബിസിനസ്സൊക്കെ ആയ സിനിമ. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കഥ വന്ന് പറഞ്ഞത്. എനിക്ക് കഥ കേട്ടപ്പോൾ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്ക്, അപ്പോൾ പിന്നെ അതിൽ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് കയറി.